ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം. തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തോപ്പിലും സുഖാനുഭൂതിയിലുമായിരിക്കും. അല്ലാഹനെ സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകൾ. ഫഖീന ബിമാ ആതാഹും റബ്ബുഹും. തങ്ങളുടെ രക്ഷിതാവ് അവർക്ക് ആനന്ദം നൽകിയതിൽ അവർ സന്തോഷമടഞ്ഞുകൊള്ളും. അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തിലും അവർ ആനന്ദം കൊള്ളുന്ന ആളുകളായിരിക്കും. വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യും. ഈ ഒരു ഫദ്ല് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് പറഞ്ഞെന്താണെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൃത്യമായി കൊണ്ട് വിവരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് അല്ലാഹനെ ഭയപ്പെടണം എന്നുള്ളത്. ആർക്കും സംശയമില്ല. എന്നാൽ ഈ ദുനിയാവിന്റെ ചില നശ്വരമായ അവസ്ഥകളും ചില രംഗങ്ങളും വരുമ്പോ ആ ഭയപ്പാട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകാറുണ്ടോ, അല്ലെങ്കിൽ അത് കൃത്യമായി കൊണ്ട് നമുക്ക് ലഭിക്കാറുണ്ടോ എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ പോലും പ്രിയപ്പെട്ടവരെ, അവർ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. ആ പാതകളെ പിൻപറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി നാം വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണിത്. ആ ഭയപ്പാടോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഒന്നെന്തെന്നറിയുമോ? ഒന്ന് എന്നുള്ളത് നമ്മെ ഇബാദത്തിലേക്ക് നയിക്കും. അല്ലാഹനെ വേണ്ടതുപോലെ മുറപ്രകാരം സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ ഇബാദത്തിലേക്ക് പടച്ച റബ്ബ് നമ്മളെ നയിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പ്രേരിപ്പിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ അകപ്പെട്ട 3 പേരുടെ ചരിത്രം നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഒരു ശക്തമായ പാറക്കല്ല് വന്നടയുകയും അങ്ങനെ ആ ഗുഹയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സന്ദർഭം അവർ 3 പേരും ചെയ്ത സൽക്കർമ്മങ്ങളെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, എനിക്ക് എന്റെ പിതൃവ്യന്റെ ഒരു മകളുണ്ടായിരുന്നു. അവളെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവളുടെ ശരീരത്തെ ഞാൻ പലപ്പോഴായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അവൾക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു. അവൾ എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു, റബ്ബേ, നിന്റെ പണം നിനക്ക് ഞാൻ നൽകാം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് സാധിപ്പിച്ചു തരണം. ആ ഒരു രൂപത്തിൽ ആ സ്ത്രീയുമായി ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ ഒരുങ്ങി. ആ ഒരുങ്ങുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഞാൻ പുറപ്പെടുന്ന അവസ്ഥയിൽ ആ പെണ്ണ് എന്നോട് പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിച്ചോ, പടച്ചോനെ പേടിച്ചോ എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവേ, ഞാൻ അതിൽ നിന്ന് പിന്മാറി റബ്ബേ, നിന്നെ ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ്, നിന്നെ പേടിച്ചത് കൊണ്ട് മാത്രമാണ് റബ്ബേ ഞാൻ അത് ചെയ്തത് എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലൂടെ ആ ഗുഹയുടെ കുറച്ചു ഭാഗം നീങ്ങി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്കും പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അല്ലാഹനെ പേടിക്കുന്ന വിഷയത്തില് ഇന്നത്തെ ആധുനിക ലോകത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായ ഹാബീലിന്റെ വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. തീർച്ചയായും ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ റബ്ബിനെ ഭയപ്പെടുന്നത് മൂലം നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, പടച്ച റബ്ബിന്റെ ശിക്ഷയെയും നമ്മൾ ഭയപ്പെടണം. നരക ശിക്ഷയെയും അതിന്റെ കാഠിന്യതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാണ്, ലഹും മിൻ ഫൗഖിഹിം നുലലും മിനൻ നാരി വ മിൻ തഹ്തിഹിം നുലൽ. നരകക്കാരുടെ അവസ്ഥ പറയാണ്, അവർക്ക് അവരവരുടെ മുകൾ ഭാഗത്ത് തീയിന്റെ തട്ടുകളുണ്ട്, അവരുടെ കീഴ്ഭാഗത്തും തീയിന്റെ തട്ടുകളുണ്ട്. അതിനെപ്പറ്റിയാകുന്നു അല്ലാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി ഫത്തഖൂൻ. ആകയാൽ എന്റെ ദാസന്മാരെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ.
ഒരാളും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഒരാളും എന്നെ തിരിച്ചറിയുന്നില്ല. ഈ അവസ്ഥ വരുമ്പോഴാണല്ലോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തിന്മയിലേക്ക് പോകാറുള്ളത്. എന്നാൽ ഏറ്റവും പരമപ്രധാനമായി ഒന്നാമതായി വരേണ്ടുന്ന ചിന്ത, എന്റെ മുതലാളി ഈ കേസ് എടുക്കുന്നത് കാണുന്നില്ലെങ്കിലും, എന്റെ അധ്യാപകൻ ഇത് അറിയുന്നില്ലെങ്കിലും, എന്റെ ഉമ്മ ഇത് അറിയുന്നില്ലെങ്കിലും, എന്റെ ഭാര്യ ഇത് അറിയുന്നില്ലെങ്കിലും, എന്റെ ഭർത്താവ് ഇത് അറിയുന്നില്ലെങ്കിലും, എന്നെ എല്ലാ സമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള ചിന്ത, ആ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഭാഗത്ത് റബ്ബ് പറഞ്ഞെന്താരോ, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, തീർച്ചയായും ആ റബ്ബിന്റെ പിടുത്തം കഠിനമായത് തന്നെയാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, യഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അറിയണേ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. നമുക്കിവിടെ നല്ലതും ചീത്തതും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ പ്രിയപ്പെട്ടവരെ? വിശ്വാസികളായ നമ്മൾ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. കാരണം എന്താണെന്നറിയോ, ഈ ദുനിയാവിൽ നിന്നും മടങ്ങിപ്പോകേണ്ടുന്ന ഒരു ദിവസം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരാനുണ്ട്. ഇന്നും നമുക്കുള്ള സമാധാനം എന്താണ് പ്രിയപ്പെട്ടവരെ? എനിക്ക് അത്രയേറെ മാരകമായി കൊണ്ടുള്ള രോഗങ്ങളൊന്നുമില്ല, എന്റെ സാമ്പത്തിക ശേഷിയൊക്കെ അല്പം മെച്ചപ്പെട്ടതാണ്, എനിക്ക് പ്രയാസപ്പെടുന്ന ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരില്ല എന്നുള്ള ഒരു ചിന്തയാണോ പ്രിയപ്പെട്ടവരെ നന്മയെ തിന്മയിലേക്ക് നയിക്കുന്നത് എങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. യഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കും. അതുകൊണ്ട് ആ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ദിവസത്തെ കാത്തിരിക്കേണ്ടവനാണ് വിശ്വാസി. ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി പോകേണ്ടവനാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ്. എത്ര വലിയ കുബേരനായാലും കുചേലനായാലും പണിക്കാരനായാലും പണക്കാരനായാലും വലിയ സമ്പന്നതയുള്ള ആളാണെങ്കിലും മണിമാളികകളിൽ സുഖമായി നിദ്രയുറങ്ങുന്ന ആളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ ആ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹും ലാ യുദ്ലമൂൻ, അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. കൃത്യമായിട്ട് പടച്ച റബ്ബ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അത് റബ്ബ് നമുക്ക് നൽകുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു രംഗം ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് 60ഉം 70ഉം 80ഉം ഒക്കെ വയസ്സ് വരെ ജീവിക്കുവാനുള്ള അവസരം നൽകിയിട്ട് നാളെ പരലോകത്ത് എത്തി നിൽക്കുമ്പോൾ ഒന്നുമില്ലാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോവുക എന്നുള്ളത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഭീതിജനകമായിട്ടുള്ള അവസ്ഥയാണത്. നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ടടുക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ആ ഭയാനകത പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അന്ത്യനാളിന്റെ ഭയാനകത. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കി തീർക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാനാകും? അന്ത്യനാളിന്റെ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഭയം നിമിത്തം, പേടി നിമിത്തം കുട്ടികളൊക്കെ വാർദ്ധക്യമെത്തിയ ആളുകളെ പോലെ അവരുടെ നരമുടിയൊക്കെ നരച്ചു പോകും. അത്രയേറെ പ്രയാസപ്പെടുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാനാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ അല്ലാഹനെ ഭയപ്പെടേണ്ടുന്ന രൂപത്തിൽ അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. നിങ്ങൾ നോക്കൂ, മനുഷ്യരെക്കാൾ എത്രയോ മഹത്വമുള്ള ശക്തരായ അല്ലാഹുവിന്റെ മറ്റൊരു വിഭാഗം സൃഷ്ടികളാണ് മലക്കുകൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. പടച്ച റബ്ബ് എന്തെന്ന് കൽപ്പിച്ചാലും അത് കൃത്യമായി അനുസരിക്കുന്ന ആ മലക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണെന്നറിയോ? അവർ പോലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു പറയാണ്, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുമറൂൻ.
അവർക്ക് മീതെയുള്ള അവരുടെ രക്ഷിതാവിനെ അവരിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മളെ അവസ്ഥ എന്താ? നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ജുമുഅ കേൾക്കുന്ന സന്ദർഭത്തിൽ ഞാനിത് ഇവിടുന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസിനികളെ, ഇന്നത്തെ സുബ്ഹി ജമാഅത്ത് നമുക്ക് പള്ളിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇന്നലത്തെ ഇശാ നമസ്കാരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ കുറച്ചൊക്കെ ചെയ്തിരിക്കണല്ലോ, ബാക്കിയൊക്കെ ഇനി പിന്നെ ചെയ്യാം, ഇന്നൊക്കെയുള്ളതൊക്കെ ആയിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോ വിശ്വാസികളായ നമ്മൾ മാതൃകയാക്കേണ്ടത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള അമ്പിയാക്കളെയാണ്, പ്രവാചകന്മാരെയാണ്, മലക്കുകളെയാണ്. പ്രിയപ്പെട്ടവരെ നോക്കിയേ നിങ്ങൾ, റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പ്രത്യേകത അവർ സദാ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു പറയാട്ടോ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ പ്രവാചകന്മാരുടെ ഒരു ഗുണമാണ്, അവർ നല്ല നല്ല കാര്യങ്ങളിൽ മത്സരിക്കുന്ന ആളുകളാണ്, ധൃതി കൂട്ടി ചെയ്യുന്ന ആളുകളാണ്. വയദഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശീൻ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് അവർ നമ്മളോട് പ്രാർത്ഥിക്കുന്നത്? ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും. ഈ രണ്ട് ഫളലുകൾ അവർക്കുള്ളതാണ്. വളരെ ആശയോടുകൂടി, വളരെ ഭയപ്പാടോടുകൂടി അവർ നമ്മളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർ നന്മകളിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തേ പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നുകൂടാ? ഈ ഒരു രീതി എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നുകൂടാ? നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളാകാൻ നമുക്ക് സാധ്യമാകണം. എങ്ങനെ? സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇന്നിപ്പോ എല്ലാരും പള്ളി പോകുന്നുണ്ടല്ലോ, ഞാനും പോട്ടെ, അതല്ല. എല്ലാരും സകാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ഞാനും കൊടുക്കട്ടെ, അതല്ല. മറിച്ച് റബ്ബിന്റെ പ്രതിഫലം, അല്ലാഹുവിനെ പേടിക്കുക. ആ വിശ്വാസികളുടെ സ്വഭാവ ഗുണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സജ്ദയിലെ ഇന്ന് സുബ്ഹി ജമാഅത്തിൽ നമ്മൾ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്താ? ഭയത്തോടെയും പ്രത്യാശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മവാജി. ആ കിടപ്പറയിൽ നിന്ന് അവരുടെ ശരീരത്തെ അവരിങ്ങോട്ട് പെറിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. അല്ലേ? സുബൈയുടെ ബാങ്ക് ഇങ്ങനെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുമ്പോ ഹയ്യാലസ് സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, അതും കഴിഞ്ഞ അസ്വലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തേക്കാൾ ഏറ്റവും ഉത്തമമാണ് നമസ്കാരം എന്നുള്ള വചനം പോലും കാതുകളിൽ കേൾക്കുമ്പോ വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് കേൾക്കുമ്പോ വീണ്ടും ഉറക്കമൊന്ന് ക്രമീകരിക്കുവാനാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചത് എങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ പിറകിലാണ്, സംശയമില്ല. നമ്മൾ പിറകിലാണ്. നേരെ മറിച്ച് എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് നമസ്കരിക്കേണ്ടതുണ്ട് എന്ന ചിന്തയോടുകൂടി ആ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിലുള്ള കൃത്യമായ ഭയപ്പാട് കൊണ്ട് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ രൂപത്തിൽ ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആത്മാർത്ഥമായി കൊണ്ട് പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്. മഹാനായ സ്വഹാബി ശുഐബ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയമാണ്. അദ്ദേഹം ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും വളരെ പ്രയാസത്തോടുകൂടി ബുദ്ധിമുട്ടോടുകൂടി അദ്ദേഹം ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത്? എന്താണ് താങ്കൾക്ക് പറ്റിയത്? അദ്ദേഹം പറഞ്ഞ മറുപടി, തദക്കർതു വൽ ജന്നതു വന്നാർ. ഞാൻ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഞാൻ ആലോചിച്ചു പോയി. സ്വർഗത്തിന്റെ വിശാലത ആലോചിക്കുമ്പോ
അതിലെ സുഖാനുഭൂതികൾ എനിക്ക് ആലോചിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ നരകത്തെ കുറിച്ച് ആലോചിച്ചു പോയി. നരകത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴോ എനിക്ക് അവിടുത്തെ ഭീകരത ആലോചിച്ചിട്ട് എനിക്കപ്പോഴും എനിക്ക് ഉറക്കം വരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാനെ പേടിച്ചത് കൊണ്ടുള്ള ഫضലാണ് അല്ലേ? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അറിയാത്ത ഒരു കുട്ടി പോലും നമ്മുടെ പള്ളിയിൽ ഉണ്ടാവൂല. പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ കൊട്ടാരത്തില് എന്ത് ചെയ്താലും ആരും അറിയാതെ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ട് പോലും, അതിനുള്ള എല്ലാ കാര്യക്ഷമത ഉണ്ടായിട്ട് പോലും, മ്ലേച്ഛകരമായ ഒരു കാര്യത്തിലേക്ക് ആ സ്ത്രീ വിളിച്ചപ്പോൾ പോലും, അല്ലാഹുവേ, ഇവരെന്നെ ഏതൊരു തിന്മയിലേക്കാണോ ക്ഷണിക്കുന്നത്, ആ തിന്മയേക്കാൾ നല്ലത് എനിക്ക് ആ ജയിലാണ് എന്ന് പറഞ്ഞ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതൃകയാണ്. അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടാകേണ്ടത്. അവർക്ക് മാത്രമാണ് നാളെ പരലോകത്തെ രക്ഷയുള്ളത്. ആ രൂപത്തിൽ അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.